നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇന്നലെ ശരിക്കും ഹൃദയം ഇടിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, ഇന്നലെ രാത്രി ഉണ്ട് അപാരം മഴയായിരുന്നു. ഞാനാണെങ്കിൽ കൊടുങ്ങല്ലൂർ സമയത്ത് ഒരു ഡോറിൻ്റെ അളവെടുക്കാൻ പോയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ശക്തമായ കാറ്റും മഴയാണെന്ന് പറയണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതീ നിൽക്കണ വെണ്ട മുഴുവൻ അടിച്ചു പോയി വിചാരിച്ചു. കാരണം ഇപ്പോൾ നല്ല ഹൈറ്റ് വന്നേ, ചെറിയൊരു കാറ്റ് വന്നാൽ ഒരുമിച്ച് ഇങ്ങോട്ട് മറയാൻ ചാൻസ് ഉണ്ട്. നല്ല ഹൈറ്റ്, നല്ല രസമായിട്ട് വന്നിരിക്കണത്. അപ്പോൾ ഇതിന് മുഴുവൻ കുറ്റി അടിച്ചുണ്ടാക്കുക എന്ന് വെച്ചാൽ നടക്കണ ദിവസമല്ല. 36 വേണ്ടയുണ്ട്, 36 കുറ്റി ഉണ്ടാക്കണം. എവിടെ നിന്ന് ഉണ്ടാക്കണം? എനിക്കൊരു സൂത്രം മതി, വലിയ സൂത്രമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, 2 കുറ്റി ഇതുപോലെ അടിച്ചു, 2 പൈപ്പ് ഇതുപോലെ അടിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു തലയിൽ ഇതുപോലെ വള്ളി ഇങ്ങോട്ട് കെട്ടി, കേട്ടോ, ഇതങ്ങോട്ട് വള്ളി ഇങ്ങോട്ട് കെട്ടി. എന്നിട്ട് ഈ തല ഇങ്ങോട്ട് വലിച്ചിട്ടേ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വരിഞ്ഞങ്ങോട്ട് കെട്ടുക. ഇവനെ തിരിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെണ്ടങ്ങനെ നിൽക്കും. വലിയ കാറ്റൊന്നും വീശിയാലൊന്നും ഈ സാധനം അങ്ങനെ വീഴില്ല. അങ്ങനെ ചില ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇതങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പെട്ട് വേണ്ട, പിന്നെ ഒന്നും പേടിക്കേണ്ട കേസിൽ നമുക്ക് നല്ല രസമായിട്ട് നിന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാഫ് കണക്കാക്കിയിട്ടാണ്, ഹാഫ് കണക്കാക്കിയിട്ട് എടുത്തത്. ഇത് ഇനി നമ്മൾ റിട്ടേൺ പോവുക. റിട്ടേൺ പോകുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കൂടെ പോകും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡായി ഈ വേണ്ട കണ്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് വള്ളി വലിച്ച് കെട്ടിയിട്ടാണ്. അപ്പോൾ 2 വള്ളികൾക്കിടയിൽ ഇവൻ സെറ്റപ്പായി. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടെ അടുപ്പ് ഇതിന് ഉറപ്പ് കിട്ടുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു കെട്ട് കെട്ടിയോളൂ. കെട്ടി കഴിഞ്ഞ് ഇതിലൊക്കെ ഓരോ കെട്ട് ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലേ കണ്ടേ, ഓരോ കെട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ അടുക്കുന്നുണ്ട്, വേറെ ഒന്നും വേണ്ട കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്റ്റഡിയോടായിട്ട് നിന്നോളും. അതാണ് സംഗതി കണ്ടോ. ഇതങ്ങോട്ട് കെട്ടുക, ഓരോ പീസുകൾ കെട്ടുക. പിന്നെ ഒന്നും കൂടി നമുക്ക് ഉറപ്പിന് വേണമെങ്കിൽ ഇവിടെ ഒരു കമ്പ് കുത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി ഈ ആട്ടം ഒഴിവാക്കാൻ പറ്റും കേട്ടോ. കാറ്റ് വരുമ്പോഴുള്ളൊരു ആട്ടല്ലേ, ഈ ആട്ടം ഇങ്ങനെ ഒരു കമ്പ് കുത്തി കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയണേ, ഈ ഒരു കമ്പിയിൽ കൊടുത്തു വിചാരിക്കുക, ഇതിൻ്റെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്നുകൂടി ഉറപ്പായി ഉണ്ടോ. എന്താ ഒന്നുകൂടി ഉറപ്പായി ഈ ആട്ടം നമുക്ക് എന്താ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ടിപ്പ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ഈ ചിന്ത നമുക്ക് മനസ്സിലായി. ഇതൊന്നും വലിയ ആനത്തല കേസല്ല, എല്ലാവരും ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടില്ലേ?